അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പാൽപാത്രം നിരസിച്ച പ്രണയം. ദാറുൽ അർഖമിന്റെ ജനൽപ്പാളിയിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് നോക്കി. ആകാശം പുതച്ച് കുന്നുകൾ എല്ലാം മറന്നുറങ്ങുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ജനൽപ്പഴത്തിലൂടെ തണുത്ത കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. വെളുത്ത മേഘങ്ങൾക്കും നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിനുമിടയിൽ അബൂബക്കറിന്റെ ചിന്തകൾ മേഞ്ഞു നടന്നു. ആകാശം പതുക്കെ നിറം മാറാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ പുലരിയിലേക്കുള്ള പുറപ്പാടാണ്. പുലരിയെ വരവേറ്റുകൊണ്ട് കിളികൾ പ്രഭാതഗീതം പാടുന്നു. ഹോ, എന്തൊരു പ്രശാന്തത! ആ സൗന്ദര്യത്തിൽ എല്ലാം മറന്ന് അബൂബക്കർ ലയിച്ചു പോയി. മക്കയിൽ ഉദിച്ച സത്യത്തിന് വെളിച്ചവും ദാറുൽ അർഖമിന്റെ പുറത്തേക്ക് പ്രസരിക്കണം. മക്ക അത് ഏറ്റെടുക്കും. മക്കയിൽ നിന്ന് പുതിയ പ്രഭാതം ഉദിച്ചുയരും. ആർക്കാണ് ഈ വെളിച്ചം തടഞ്ഞു നിർത്താനാവുക? അബൂബക്കറിന്റെ ചിന്തകൾക്ക് തീപിടിക്കുകയാണ്. നാം പറയുന്നത് സത്യമാണ്. അത് മൂടി വെക്കുന്നത് എന്തിനാ? അത് പരസ്യമാക്കുക തന്നെ വേണം. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറച്ച പോലെ അബൂബക്കർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. ശബ്ദം താഴ്ത്തി, എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അബൂബക്കർ പറഞ്ഞു തുടങ്ങി, നബിയെ, നമുക്ക് കാബാലയത്തിൽ ചെന്ന് പരസ്യമായി അല്ലാഹുവിനെ കുറിച്ച് പറയണം. ഒടുവിൽ സിദ്ദീഖ് തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി പരസ്യമായി പ്രബോധനം നടത്താൻ അനുമതി കൊടുത്തു. ഉറച്ച മനസ്സോടെ തീരമായ ചുവടുവെപ്പുകളോടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാബാലയത്തിലേക്ക് നടന്നു. തൊട്ടു പിന്നിലായി പ്രവാചകനും. എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അത് തനിക്കായിരിക്കണം എന്ന ചിന്തയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ നടക്കാൻ പ്രേരിപ്പിച്ചത്. പ്രമാണിമാരും ധിക്കാരികളും ഗോത്ര നേതാക്കളുമെല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു വെടിവെട്ടത്തിലേക്കാണ് അവർ ആരെയും പേടിക്കാതെ അബൂബക്കർ കടന്നു ചെന്നത്. ഇസ്ലാമിനു വേണ്ടി സർവസ്വം സമർപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആരെ എന്തിനു ഭയപ്പെടണം? ഗംഭീരമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഹേ ഖുറൈശികളെ, കേട്ടുകൊള്ളുക. ആരാധനക്കർഹനായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു മാത്രമാണ്. അവനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ വണങ്ങരുതേ. നിങ്ങൾ അധർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ പിൻപറ്റി വിജയികളാവുക. അദ്ദേഹത്തിന്റെ സംസാരം അപ്രമാണിമാർക്ക് ഒട്ടും രസിച്ചില്ല. തങ്ങളുടെ മുമ്പിൽ നിന്ന് ആളാവുകയോ? അതൊരിക്കലും അനുവദിച്ചുകൂടാ. മുഹമ്മദിനെയും പുത്തൻ പ്രസ്ഥാനത്തെയും എങ്ങനെ നശിപ്പിക്കണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ഇവന്റെ ഒരു ഉപദേശം. ഖുറൈശി തലവന്മാർക്ക് കലി കയറി. വിടരുതവരെ! കൂട്ടത്തിൽ ആരോ വിളിച്ചലറി. പിന്നെ മുന്നും പിന്നും നോട്ടമുണ്ടായിരുന്നില്ല. അവർ എല്ലാവരും കൂടി സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അധികാരികളെ ആൾക്കൂട്ടം അബൂബക്കറിന് മേൽ പാഞ്ഞു കയറി. ഇടതടവില്ലാതെ അവർ കൂട്ടമായി പ്രഹരിച്ചു. ഒരാൾ ആണിയടിച്ചു കയറ്റിയ മെതിയടി കൊണ്ട് മുഖത്ത് ആഞ്ഞടിച്ചു. ശരീരം രക്തം കൊണ്ട് ചുവന്നു. അബൂബക്കർ ബോധരഹിതനായി നിലത്ത് വീണു. പരിശുദ്ധനായ റസൂലിന്റെ ഇഷ്ടത്തോൻ തറയിൽ വീണു കിടക്കുന്നു. തന്റെ മകന്റെ ദയനീയാവസ്ഥ കണ്ട് സൽമാ ബീവിയുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. തന്റെ മകൻ കണ്ണു തുറക്കുന്നതുവരെ ആ ഉമ്മ കാത്തിരുന്നു. 3 ദിവസത്തിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നു. അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവർ. അവർ കയ്യിൽ കരുതിയിരുന്ന പാൽപാത്രം നീട്ടി. മോനെ, ഇത് കുടിക്കൂ. അബൂബക്കർ വരണ്ട ചുണ്ടുകൾ നാവ് കൊണ്ട് നനച്ചു. എനിക്ക് വേണ്ട. എന്റെ നബിക്കെന്ത് പറ്റിയെന്നറിയാതെ ഞാൻ തുള്ളി വെള്ളം കുടിക്കില്ല. എവിടെ പ്രവാചകൻ? എനിക്ക് എന്റെ നബിയെ കാണണം. ഒരു കൊച്ചുകുട്ടിയെ പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാശി പിടിച്ചു. അദ്ദേഹത്തിന്റെ വാശിയോട് മത്സരിക്കാൻ അവർക്കാവില്ലായിരുന്നു. ഒടുവിൽ ഉമ്മയുടെയും സഹോദരിയുടെയും ചുമലിൽ തൂങ്ങി അവർ ദാറുൽ അർഖമിലെത്തി. നബിയെ കണ്ടു. ഇനി ആ പാത്രം തരൂ, ഞാൻ കുടിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതനായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സംതൃപ്തിയോടെ ആ ഉമ്മയിൽ നിന്നും പാൽപാത്രം വാങ്ങി കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.